ഹോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വീണ്ടും അടച്ചിട്ട വീട്ടിൽ കവർച്ച. കൊടുവള്ളി സ്വദേശി ഷംസുദ്ദീന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 1 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും നഷ്ടമായി. ഷംസുദ്ദീൻ കുടുംബസമേതം വിദേശത്താണ്. വീടിന്റെ മുകളിൽ വെളിച്ചം കണ്ട അയൽവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഞങ്ങള് ഇവര് ഇവിടെ ഇല്ലായിരുന്നു, വീട് അടിച്ചു പോയതാണ്. കുറച്ച് ദിവസമായി പോയിട്ട്. അപ്പോൾ ലൈറ്റ് ഒന്നും ആദ്യത്തൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടുകാർ വിളിച്ചു പറഞ്ഞു, നമ്മളെ അവിടെ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ എത്തിനോന്ന് ചോദിച്ചു. അപ്പോൾ അതറിഞ്ഞ് ഞങ്ങൾ വന്നു നോക്കിയതാണ്. വന്നു നോക്കിയപ്പോഴാണ് ഇവിടെ മുമ്പിലത്തെ ഡോറ് വിളിച്ചതായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങൾ നോക്കി പോലീസിൽ ഇൻഫോം ചെയ്ത് പിന്നെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടോ, സാധനം പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. ഉള്ളിലൊക്കെ എല്ലാ അലമാരയും എല്ലാ സാധനവും എല്ലാ വാതിലൊക്കെ കൂട്ടൊക്കെ പൊളിച്ചു കഴിഞ്ഞാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ പല വിളിച്ച് ചോദിച്ചാൽ എന്താ സാധനം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ കുറഞ്ഞൊരു പൈസയും ചെറിയൊരു ഒന്നിൻ്റെ ഇതുണ്ടായിരുന്നു അവിടെ. അത് നഷ്ടപ്പെട്ടായിട്ട് തോന്നുന്നുണ്ട്. പൈസ ഏതായാലും പോയിട്ടുണ്ട്. പൈസ വെച്ച പേസാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പൊന്നും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത്. അതും നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പിന്നെ പോലീസ് വന്നു. വിശദാംശങ്ങളുമായി സിദ്ദിഖ് പന്നൂർ ചേരുന്നു. സിദ്ദിഖ്, കഴിഞ്ഞ ദിവസം ഈ കൊടുവള്ളി കച്ചേരിമുക്കിലെ വീട് കുത്തി തുറന്ന 32 പവൻ സ്വർണം കവർന്നിരുന്നു. അതേ സംഘം തന്നെയാണ് ഈ കവർച്ചയ്ക്കും ഈ കൊടുവള്ളിയിൽ തന്നെ സമാനമായ രീതിയിൽ കവർച്ച നടത്തിയതിനും പിന്നിലെന്ന് സംശയിക്കണം. കാരണം ഇതുവരെയും ഈ കൊടുവള്ളി കച്ചേരിമുക്കിലെ കവർച്ചാ കേസിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ലല്ലോ. ടോം, വളരെ എന്താ പറയാ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കാരണം കൊടുവള്ളി ടൗണിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രം അകലെ ദേശീയപാതയോരത്ത്, അതായത് മോഡേൺ ബസാർ എന്ന് പറയുന്നത് കൊടുവള്ളി മോഡേൺ ബസാറാണ്. കൊടുവള്ളി ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ദേശീയപാതയോരത്തുള്ള ഒരു വീട്ടിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊടുവള്ളി മോഡേൺ ബസാറിൽ കോടങ്ക, അതായത് മുസ്തഫ കുടുംബസമേതം, കോരങ്ങൽ മുസ്തഫ കുടുംബസമേതം വിദേശത്താണ്. ഇവരിപ്പോ ഒരു 4 മാസം മുന്നേ വരെ മുസ്തഫയുടെ മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മാതാവ് 4 മാസം മുന്നേ വിദേശത്തേക്ക് പോയി. അപ്പൊ ഇവിടെ ആളില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഈ 24 മണിക്കൂർ കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയാണ്. ഈ 24 മണിക്കൂറും വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന് സമീപം, റോഡിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത്. ഇവിടെ കാര്യമായ സ്വർണവും പണവും ഇല്ലാതിരുന്നതിനാൽ നഷ്ടപ്പെട്ടില്ല എന്നാണ് നമുക്ക് പറയാവുന്നത്. അതായത് ഏകദേശം 1 പവനോളം വരുന്ന ചെറിയ 2 ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതേപോലെ 15,000 രൂപയും. എന്നാൽ ഇവിടെ ജനിപ്പിക്കുന്ന ഒരു കാര്യം, തൊട്ടടുത്ത പ്രദേശമാണ്. ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശമാണ് കച്ചേരിമുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇതേപോലെ ഒരു പ്രധാന റോഡിന് സൈഡിലുള്ള ഒരു വീട്ടിൽ നിന്ന് 32 പവനാണ് കവർന്നിട്ടുള്ളത്. ഒരുപക്ഷെ ആ കവർച്ച നടന്നിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ്. ഇതും ഒരുപക്ഷെ ശനിയാഴ്ച രാത്രിയോ അതല്ലെങ്കിൽ ഞായറാഴ്ചയോ ആയിരിക്കാം എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ വീട്ടുകാരില്ലാത്തതിനാൽ തന്നെ ആർക്കും ഇത് മനസ്സിലായില്ല. അയൽവാസികൾ രാത്രിയിൽ വെളിച്ചം കണ്ട സമയത്ത് ഇവരുടെ ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ എത്തി നോക്കിയ സമയത്താണ് വീടിന്റെ മുൻഭാഗത്തുള്ള ഗ്രില്ലാണ്. ഈ ഗ്രില്ലിന്റെ പൂട്ട് തകർത്തു. തുടർന്ന് വീടിനകത്തേക്ക് കടക്കുന്ന ഡോറിന്റെ ലോക്ക് ഉൾപ്പെടെ പൊളിച്ചിട്ട നിലയിലാണ്. അതായത് ഈ മരത്തിന്റെ വാതിലായതിനാൽ തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത് തകർത്തതാണ്. തുടർന്ന് കിടപ്പ് മുറികളിലെ എല്ലാം വാതിലുകൾ തകർത്തിട്ടുണ്ട്. എല്ലാ അലമാറയും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ വസ്തുക്കളും, വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ഇവിടെയെല്ലാം കൃത്യമായി പരിശോധിച്ചു. മണിക്കൂറുകൾ തന്നെ മോഷ്ടാവ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും പോലീസ് എത്തി പരിശോധന നടത്തിയത് ഇവർക്ക് വീട്ടുകാർക്ക് അറിവുള്ള പണവും സ്വർണവും ഇത്രയാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ചെറിയ രീതിയിലുള്ള കവർച്ചയാണ് എന്ന് പറയാം. പക്ഷെ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം, ദേശീയപാതയോരത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു കവർച്ച നടന്നു എന്നുള്ളതാണ്. ആദ്യത്തെ കച്ചേരിമുക്കിലെ കവർച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന. തീർച്ചയായും അത് തന്നെയാണ് ഈ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ. വലിയ തിരക്കുള്ള സ്ഥലം, ഒറ്റപ്പെട്ട സ്ഥലമല്ല. അവിടെയാണ് ഇതുപോലെ കവർച്ച നടന്നത്. തൊട്ട് തലേ ദിവസവും കൊടുവള്ളിയിൽ തന്നെ ഏകദേശം ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കവർച്ച നടക്കുന്നു. കാരണം ഈ പോലീസിന്റെ കൃത്യമായ പരിശോധനയൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണോ ഈ ദേശീയപാതയോരത്തെന്ന് പറയുമ്പോൾ? പോലീസ് പട്രോളിംഗ് ഒക്കെ ആവശ്യമുള്ള സ്ഥലമാണ്.
അത് ഏത് സമയത്താണ് കവർച്ച നടന്നതെന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? സാധാരണ നമുക്കറിയാം പ്രവാസികൾ ഈ കുടുംബസമേതം ഇവർ വിദേശത്താണെങ്കിൽ വീട്ടിൽ CCTV-കളും മറ്റുമൊക്കെ സ്ഥാപിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ CCTV-കളൊന്നും ഇല്ലായിരുന്നോ? ഇവിടെ CCTV ദൃശ്യങ്ങളൊന്നുമില്ല. എന്നാൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലോ വീടുകളിലോ ഒക്കെ CCTV ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കൊടുവള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ തന്നെ ഒരു സ്വർണ്ണ നഗരിയായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ധാരാളം ജ്വല്ലറികളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവേണ്ട ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ നിലവിലെ ഒരു പോലീസിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വേണ്ട രീതിയിലുള്ള പെട്രോളിംഗ് നടത്താനുള്ള ഉദ്യോഗസ്ഥരോ വാഹനമോ ഇല്ലാത്ത ഒരു സാഹചര്യം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിലവിലുണ്ട്. പലപ്പോഴും മറ്റു സ്റ്റേഷനുകളിൽ നിന്നുള്ള ഒരു വാഹനം ഉൾപ്പെടെ ഇങ്ങനെ താമരശ്ശേരി മേഖലയിൽ താമരശ്ശേരി കൊടുവള്ളി എല്ലാം കൂടെ ഒരു മേഖലയാക്കി തിരിച്ച് ചെറിയ രീതിയിലുള്ള ഒരു പെട്രോളിംഗ് നടത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൊടുവള്ളി ടൗൺ പോലത്തെ സ്ഥലങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താൻ പോലീസിന് കഴിയില്ല അല്ലെങ്കിൽ കഴിയാറില്ല എന്നതാണ് വസ്തുത. ഏതായിരുന്നാലും ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏത് ദിവസമാണ് ഏത് സമയത്താണ് കവർച്ച നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന ഇല്ലാത്തതിനാൽ തന്നെ ഈ വെളിച്ചം കണ്ടു എന്ന് നാട്ടുകാർ അയൽവാസികൾ പറഞ്ഞ ആ ഒരു സമയം അതായത് ഇന്നലെ രാത്രി ആണ് ഈ വിവരം അറിയുന്നത്. അപ്പൊ ഇവർക്ക് അതിന്റെ തൊട്ടു തലേ ദിവസം ഒരുപക്ഷെ വെളിച്ചം ഉണ്ടായിരിക്കാം. പകൽ സമയത്ത് ഈ വെളിച്ചം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാത്രിയായ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു വെളിച്ചം ഉണ്ട് എന്ന് അയൽവാസികൾ ശ്രദ്ധിക്കുന്നത്. അപ്പോ അതിന്റെയും തലേ ദിവസമായിരിക്കാം കവർച്ച നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിൽ പോലീസ് ആ വഴിക്കെല്ലാം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഇതുപോലെ പ്രദേശത്തെത്തി തെളിവുകളൊക്കെ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് ശക്തമായി അന്വേഷിക്കുന്നുണ്ട്. ഈ രണ്ട് കേസും കൂടെ ചേർത്തുകൊണ്ട് വലിയ ആശങ്കയിലായിരിക്കാം സ്വാഭാവികമായിട്ടും അവിടുത്തെ നാട്ടുകാർ. സിദ്ദിഖ്, ഇങ്ങനെ അടിക്കടി കവർച്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ പതിവായി ഇതിനു മുൻപ് ഒരു പതിവായി കവർച്ചകൾ നടന്നിരുന്നൊരു സ്ഥലമാണോ ഈ കൊടുവള്ളിയും ഈ സമീപ പ്രദേശങ്ങളും? പോലീസ് ആരെയാണ് സംശയിക്കുന്നത്? ഏതെങ്കിലും ഇതര സംസ്ഥാന കവർച്ചാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നീങ്ങുന്നത്? ഏത് രീതിയിലുള്ള ഒരു മോഷ്ടാക്കളാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. കാരണം അത് അന്വേഷണത്തെ ചില ബാധിച്ചേക്കാം. എന്നാൽ കൊടുവള്ളിയിൽ നമുക്കറിയാം നേരത്തെ ഒരു ജ്വല്ലറി ദേശീയപാതയോരത്തെ കൊടുവള്ളി ടൗണിലുള്ള ഒരു ജ്വല്ലറിയുടെ ചുമർ തുറന്ന് വലിയ രീതിയിലുള്ള സ്വർണം കവർച്ച ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പ്രതികളെയൊക്കെ വെസ്റ്റ് ബംഗാളിൽ ഉൾപ്പെടെ പോയി പോലീസ് അതിസാഹസികമായി പിടികൂടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഈ അടുത്തിടെയാണ് കൊടുവള്ളി താമരശ്ശേരി തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിൽ ഒരു ജ്വല്ലറി ആഭരണ നിർമ്മാണശാലയിൽ കവർച്ച നടന്നത്. ഈ കളവിലെ കേസിലെ പ്രതിയെ അടുത്ത ദിവസം പിടിച്ചു. ഈ സമയത്താണ് പറയുന്നത് 2021 താമരശ്ശേരിയിൽ തന്നെ ഒരു ജ്വല്ലറിയിൽ കവർച്ച നടത്തിയത് ഈ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു. അതിന് തൊട്ടു മുന്നേ ഏതാനും മാസങ്ങൾക്ക് മുമ്പെയാണ് താമരശ്ശേരി DYSP ഓഫീസിന് സമീപത്തുള്ള ഒരു ജ്വല്ലറിയുടെ ചുമർ തുറന്ന് 40 പവനോളം സ്വർണം അപഹരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ താമരശ്ശേരി മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് അടുത്തിടെയായി ധാരാളം കളവുകൾ നടന്നിട്ടുണ്ട്. അപ്പോ ഏതായിരുന്നാലും പോലീസിന്റെ അന്വേഷണം വലിയ രീതിയിലേക്ക് കാര്യക്ഷമമാക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി പെട്രോളിംഗ് പ്രത്യേകിച്ച് ടൗണുകളിൽ കേന്ദ്രീകരിച്ചെങ്കിലും വലിയ രീതിയിലുള്ള രാത്രി പെട്രോളിംഗ് ഒക്കെ ആവശ്യമാണ്. അതിലേക്കുള്ള ഒരു ശ്രദ്ധയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. സിദ്ദിഖ് പന്നൂറാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ രാത്രി പട്രോളിംഗ് അടിയന്തരമായി തന്നെ വീണ്ടും തുടരണം. കാരണം പലപ്പോഴും പലയിടങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കവർച്ചാ സംഘങ്ങൾ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ കവർച്ചകൾ പ്രധാനമായി നടക്കുന്നത്. തൃശൂർ ചേലക്കരയിൽ